നമസ്കാരം. എല്ലാവർക്കും ഏറ്റവും ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആഹാര ശൃംഖലയെക്കുറിച്ചും ആഹാര ശൃംഖലാചാരങ്ങളെക്കുറിച്ചുമാണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോശങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, നമുക്ക് ചുറ്റും ചെറുതും വലുതുമായ ഒരുപാട് ജീവജാലങ്ങളുണ്ട്, അല്ലേ? എന്നാൽ ഇതിക്ക് പുറമെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത, അതായത് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികൾ ഒരുപാട് വേറെയുമുണ്ട്. ഇത്തരത്തിലുള്ള സൂക്ഷ്മജീവികളെ കാണുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് മൈക്രോസ്കോപ്പുകൾ. ഈ മൈക്രോസ്കോപ്പുകളുടെ സഹായത്തോടു കൂടി നമുക്ക് സൂക്ഷ്മജീവികളെ കുറിച്ച് കാണാനും അവയെ നിരീക്ഷിക്കാനും അവയുടെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കാനും അവയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത്തരത്തിലുള്ള ഒരുപാട് സൂക്ഷ്മജീവികളും എല്ലാം നമുക്ക് ചുറ്റുമുണ്ടെന്ന്. എന്നാൽ ഇവയുടെ എല്ലാം ശരീരം നിർമ്മിച്ചിരിക്കുന്നത് വളരെ ചെറിയ ഘടകങ്ങൾ കൊണ്ടാണ്. ഇങ്ങനെ ജീവശരീരം നിർമ്മിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ചെറിയ ഘടകങ്ങളെ പറയുന്ന പേരാണ് കോശങ്ങൾ അഥവാ സെൽസ് എന്ന്. ഇത് ചില ജീവികളിൽ ഒരേക കോശം കൊണ്ടായിരിക്കും അവയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ജീവികളെ പറയുന്നതാണ് ഏകകോശ ജീവികൾ അഥവാ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ഇത്തരത്തിലുള്ള യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് ഉദാഹരണങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്രോ ഓർഗാനിസംസ്, അതായത് സൂക്ഷ്മജീവികൾ, അതായത് ബാക്ടീരിയ, ഫംഗസ്, വൈറസ് തുടങ്ങിയവ. അതുപോലെ തന്നെ ചില ജീവികളിൽ ഒന്നിലധികം കോശങ്ങൾ കൊണ്ട്, അതായത് ഒന്നിൽ കൂടുതൽ കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിച്ചിട്ടുള്ള ജീവജാലങ്ങളെ പറയുന്ന പേരാണ് ബഹുകോശ ജീവികൾ അഥവാ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ഇത്തരത്തിലുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിന് ഉദാഹരണമാണ് സസ്യങ്ങളും ജന്തുക്കളും. എന്നാൽ ഈ സസ്യങ്ങളും ജന്തുക്കളുടെ ശരീരം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള കോശങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായിട്ടുള്ളതല്ല. പല തരത്തിലുള്ള കോശങ്ങൾ കൊണ്ടാണ് ഇവയുടെ ശരീരം നിർമ്മിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് ജന്തുക്കളിൽ കാണപ്പെടുന്ന കോശങ്ങളാണ് നാഡീകോശം, രക്തകോശം തുടങ്ങിയവയൊക്കെ. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ കോശങ്ങളും നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള കോശങ്ങൾ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ കോശങ്ങളിലും പൊതുവായി കാണപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ജനറലായിട്ട് എല്ലാ കോശങ്ങളിലും കാണപ്പെടുന്ന കാര്യം. ഇത്തരത്തിൽ എല്ലാ കോശങ്ങളിലും ഒരുപോലെ കാണപ്പെടുന്നവയാണ് കോശസ്തരം, കോശദ്രവ്യം, കോശമർമ്മം തുടങ്ങിയവയെല്ലാം. ഇത് കോശമർമ്മത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു സെല്ലിലെ അല്ലെങ്കിൽ ഒരു കോശത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് കോശത്തിന്റെ മർമ്മമാണ്, അതായത് ന്യൂക്ലിയസ് ആണ്. നമ്മുടെ ജനിതക ഘടനകളെല്ലാം കാണപ്പെടുന്നത്, DNA മെറ്റീരിയൽ എല്ലാം കാണപ്പെടുന്നത് ഈ കോശമർമ്മത്തിനുള്ളിലാണ്. അതുപോലെ തന്നെ സൈറ്റോപ്ലാസത്തിനാണ് ഉള്ളിലാണ് മറ്റുള്ള എല്ലാ സെൽ ഓർഗനിൽസ്, അതായത് കോശങ്ങളെല്ലാം കാണപ്പെടുന്നത് സൈറ്റോപ്ലാസത്തിനുള്ളിലാണ്. അതുപോലെ തന്നെ കോശസ്തരം നമ്മുടെ കോശത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന ഒന്നാണ്. കോശത്തിന് അതിൻ്റെ ആ ഷേപ്പ് നൽകുന്നതാണ് കോശസ്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് കോശം, കോശത്തിലെ എന്തൊക്കെ ഘടകങ്ങളുണ്ട്, അതുപോലെ തന്നെ എന്താണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, യൂണിസെല്ലുലാർ ഓർഗാനിസം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.